ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഞങ്ങൾ രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിലേക്ക് പോകുവാണ്. അയ്യപ്പൻ്റെ ഭക്തിഗാനങ്ങളാണ് കേട്ടോ ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ഫ്രണ്ട് സീറ്റിൽ പോയി ഇരുന്ന് പാട്ടൊക്കെ കേട്ട് അങ്ങനെ അങ്ങ് പോകുവാണ്. അമ്പലത്തിൽ ചെന്നപ്പോൾ തന്നെ ചേട്ടൻ്റെ ഫ്രണ്ടിനെയും ഫാമിലീനെയും അവിടെ വെച്ച് അപ്രതീക്ഷിതമായിട്ട് കണ്ടു. അപ്പം ഞങ്ങൾ ഇന്ന് ഒന്ന് പുറത്തേക്കൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവരുടെ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസായി പോയി. അപ്പോൾ ചേച്ചി ഓടിച്ചെന്ന് ശിവുവിനെ കുറേ ദിവസമായി കണ്ടിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് എടുക്കുവാണ്. പിന്നെ ഇവരുടെ കുട്ടികളും സെയിം സാനു പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ തമ്മിൽ എല്ലാ ദിവസവും കാണാറൊക്കെ ഉണ്ട്. അപ്പോൾ സാനു വന്ന് പറയും ഇന്ന് ആമി ചേച്ചീനെ മാരിച്ചേട്ടനൊക്കെ കണ്ടു എന്ന് മിക്കപ്പോഴും വന്ന് പറയാറുണ്ട്. കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനം പറഞ്ഞിട്ട് അവർ പോയി. അവർ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. അവർ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി തൊഴുതു. നല്ല തിരക്കായിരുന്നു കേട്ടോ. അവിടെ എല്ലാ ദിവസവും തിരക്കാണ്. നല്ല ഭംഗിയാണ് കേട്ടോ അമ്പലം കാണാനൊക്കെ ആയിട്ട്. ഒരു പ്രത്യേക ഒരു ഫീലിങ്സ് തോന്നും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ. തൊഴിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു നമുക്കെന്നാൽ കഞ്ഞി കുടിച്ചിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഞ്ഞിയൊക്കെ കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പം ഇന്ന് നമ്മൾ പുറത്ത് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ സത്യത്തിൽ എവിടെ പോകും എന്നുള്ള ഡൗട്ടിലായിരുന്നു. സാനുവിന് ഇന്ന് ഡാൻസ് ക്ലാസ് ഇല്ല മെയിനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്തത്. സാധാരണ സൺഡേകളിൽ നേരത്തെയൊക്കെ നമ്മൾ എല്ലാ പ്രാവശ്യം പുറത്ത് പോകുമായിരുന്നു. പിന്നെ സാനുവിന് ഡാൻസ് രാവിലെ തൊട്ട് ഉച്ച വരെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എങ്ങും പോക്ക് നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് കറക്റ്റായിട്ടൊരു അവസരം കിട്ടിയ ആൾക്ക് ഇന്ന് ക്ലാസ്സിലാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എന്തായാലും എന്നാൽ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ആദ്യം തന്നെ എന്തായാലും ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും അവരും വന്നു കേട്ടോ. ഞങ്ങൾ പോയി അവരെയും കൂടി കൊണ്ടുവന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ എടപ്പള്ളിയിലൊരു ഹോട്ടലിൽ കയറിയിട്ട് മന്തിയാണ് കേട്ടോ കഴിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ഞങ്ങൾ എവിടെ പോകും എന്ന് പറഞ്ഞിട്ട് ചെന്നെത്തിയത് കളമശ്ശേരിയിലുള്ള ചിൽഡ്രൻ സയൻസ് പാർക്കിലേക്കാണ് കേട്ടോ. എത്തേണ്ട ദിവസം ഞങ്ങൾ കയറണതിന് മുമ്പ് തന്നെ ഓടിച്ചെന്ന് എല്ലാവരും ഓരോ ഐസ്ക്രീം വീതം അങ്ങ് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ചെറിയൊരു എൻട്രൻസ് ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ രീതിയിലുള്ള തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ തിരിച്ച് പോരാൻ നേരമായപ്പോഴത്തേക്കും നല്ല രീതിയിൽ തിരക്കായിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് മുതിർന്നവർക്ക് പറ്റിയ റൈഡൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ റോപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ ബോട്ടിങ്ങിലേക്ക് പോയി. ഞാൻ ആദ്യമായിട്ടാണ് ബോട്ടിങ്ങിന് പോകുന്നത്. നമ്മൾ കയറിയ ബോട്ടിൽ 3 പേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനും ചേട്ടനും ശിവും കൂടി ഇരുന്നു. മറ്റേ ഫാമിലി ചേട്ടൻ്റെ ഫ്രണ്ടും ഫാമിലിയും കയറിയ ആ ബോട്ടിൽ കുറച്ചധികം പേർക്ക് ഇരിക്കായിരുന്നു. അപ്പം സനുവിനെ അവരുടെ കൂടെയാണ് കേട്ടോ വിട്ടത്. തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നേ. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും സനു വേറെ റൈഡിലേക്ക് അവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും കൂടെ പോയി. ഈ സമയമായപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കായി തുടങ്ങി. വെയിലൊക്കെ മങ്ങി നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയി. ക്ലൈമറ്റ് ശരിക്കും ശാന്തമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വെള്ളം എടുക്കാൻ മറന്നുപോയി. അപ്പം ഞാനും ചേച്ചിയും കൂടി കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് എന്താണ്ട് കാണുന്നത്. എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും നല്ല രീതിയിൽ ടാനും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. നല്ല വെയിലായിരുന്നു ചെന്ന സമയത്ത്. പക്ഷെ വരുവാണെങ്കിൽ ഒരു സന്ധ്യ ആ സമയത്ത് ഒരു 4 മണി അല്ലെങ്കിൽ ഒരു 4:30 5:30 ആ ടൈമൊക്കെ ആകുമ്പോൾ വരണം. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നുപോയി. ആ സമയത്ത് ഭയങ്കര വെയിലൊക്കെ ആയിരുന്നു. പക്ഷേ ഈ സമയമായപ്പോഴത്തേക്കും നല്ല രീതിയിൽ കാറ്റും കാര്യങ്ങളൊക്കെ ആയി. നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ശിവു ആദ്യമായിട്ടാണ് ഈ ഒരു റൈഡിൽ കയറുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആമി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുവാണ്. പക്ഷേ ആൾക്ക് കയറാൻ പറ്റുന്നില്ല. സനു പിന്നെ നമ്മുടെ ആലവും മണപ്പുറത്തൊക്കെ സ്ഥിരമായിട്ട് ഇതിൽ കയറുന്നതുകൊണ്ട് ആൾ നല്ല പുലി പോലെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കുറേ നാളായി ഇൻസ്റ്റഗ്രാമിൽ റീൽസിൽ കണ്ട് ഈ ഒരു സാധനം കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വേറൊന്നല്ല ബൺ മസ്ക വിത്ത് ചായ. അപ്പം നേരെ അത് കണ്ടപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഈ റീൽസിലൊക്കെ പറയുന്ന അത്രയും വലിയ രുചിയില്ലെങ്കിൽ പോലും കൊള്ളാട്ടോ, കുഴപ്പമില്ല. നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം. അത്ര വലിയ കാര്യമായിട്ടുള്ളതൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ ഒരു കളിപ്പോട്ടൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ ഇന്ന് ഇത്ര ഉള്ളൂ ഗൈസ് വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.